എത്ര വർഷക്കാലം ഭരിച്ച CPM ഭരിച്ച സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. എത്ര വർഷക്കാലം രാജ്യം ഭരിച്ച സംസ്ഥാനം ഭരിച്ച പാർട്ടിയാണ് CPM ത്രിപുരയിൽ. എത്ര വർഷക്കാലം ഇപ്പൊ 10 വർഷം തികയാൻ പോകുന്ന ഘട്ടത്തിലേക്ക് പോകുന്ന പിണറായിയുടെ ഭരണം ഇതെല്ലാം ജനങ്ങൾ കാണുന്നില്ലേ? ഏതെല്ലാം സ്ഥലത്ത് പാർട്ടി അംഗങ്ങൾ മാത്രമല്ല പാർട്ടി ഓഫീസ് ഉൾപ്പെടെ BJPയിലേക്ക് പോയ കാഴ്ച CPMൽ നമ്മൾ കണ്ടില്ലേ? ഹോൾസെയിലായിട്ട് പോയി. കൊടി ത്രിവർണ കൊടിയല്ല, അവിടെ ചെങ്കൊടി താഴ്ത്തി ഈ ഉയർത്തുന്നു. ഈ താമരക്കൊടി ഉയർത്തുന്നത് കണ്ട സ്ഥലങ്ങൾ നമ്മളില്ലേ? പശ്ചിമ ബംഗാളിലില്ലേ? ത്രിപുരയിലില്ലേ? ഈ അടുത്ത കാലത്ത് കേരളത്തിലും ഉണ്ടായല്ലോ. അപ്പോ എവിടെയുണ്ട് എന്നുള്ള അന്വേഷിച്ചു. തിരുവനന്തപുരം ജില്ലയിലുണ്ടായില്ലേ? എവിടെ? തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു വാർഡ് BJPയുടെ CPM തിരിച്ചു പിടിക്കുകയത്. അതെല്ലായിടത്തും ഉണ്ടായിട്ട് കോൺഗ്രസ് CPMന്റെ എത്ര സീറ്റുകൾ ഞങ്ങൾ തിരിച്ചു പിടിച്ചു? ഈ അനിൽ ആന്റണി പോയതുപോലെ, പത്മജ പോയതുപോലെ, ടോം വടക്കൻ പോയതുപോലെ ഒരാൾ CPMന് കേരളത്തിൽ പോയോ? പത്മജയും ടോം വടക്കനെയും മറ്റുള്ളവരെ എല്ലാം കൊണ്ടുപോയത് എന്തിനു വേണ്ടിയാണ്? കുതിരക്കച്ചവടം ആഗ്രഹിക്കുന്നവർ പോകും, അവര് പൊക്കോട്ടെ. ലീഡറുടെ മകളാണ്, നിങ്ങളുടെ ലീഡറുടെ മകളാണ് സാർ. അതെ, ശരിയാ. എത്ര ലീഡറുടെ മോളാണെന്ന് പറഞ്ഞാലും ആ ഉള്ളിന്റെ ഉള്ളിലെ താല്പര്യം എന്ത് എന്നുള്ളതെന്ന് പറഞ്ഞത് വ്യക്തമാക്കപ്പെടുന്ന സന്ദർഭങ്ങൾ പലത് വന്നു. ഒരു ഘട്ടത്തിൽ അവർ തന്നെ പറഞ്ഞു, ഗുരുവായൂരപ്പൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാലും നടക്കില്ല. അതാ മനം. അപ്പൊ എവിടെയാണ് കാരണം? അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. പോയത് തന്നെ. അങ്ങനെ കോൺഗ്രസുകാരുടെ മേലിൽ ഒരു സംശയത്തിന്റെ നിഴൽ പതിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഒരു സംശയത്തിന്റെ നിഴൽ പതിച്ചിട്ടുണ്ടോ കോൺഗ്രസുകാരുടെ പുറത്ത്? CPMന്റെ പ്രചരണം ഇതാണ്, കോൺഗ്രസിന്റെ കയ്യിൽ കുത്തിയ താമരയ്ക്ക് പോകുന്ന. നിങ്ങൾ കാണൂ, 20 പാർലമെന്റ് അംഗങ്ങൾ ആയി മത്സരിക്കുന്നവരുടെ പ്രഖ്യാപനമുണ്ടായി. ഇന്നലെ മുതൽ നമ്മുടെ സംസ്ഥാനത്ത് കാണുന്ന ചിത്രം ഒന്ന് കാണൂ. വടകരയിലേക്ക് നോക്കൂ, ആലപ്പുഴയിലേക്ക് നോക്കൂ, തൃശ്ശൂരിലേക്ക് നോക്കൂ. മാറ്റങ്ങൾ കാണുന്നില്ലേ? ജനമുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു. ജനവിരുദ്ധ സർക്കാരുകൾക്കെതിരെ, വടകരയിലെ കടത്തനാടൻ മണ്ണിലെ സീൻ മാറി എന്നാണ് ഷുക്കൂർ പറയുന്നത്. അവിടെ ഷാഫി അലക്കടലിളക്കി. ആലപ്പുഴയിലും KC വേണുഗോപാൽ എത്തിയതോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉന്മേഷമാണ്. തൃശ്ശൂരിൽ ഒരു വലിയ രീതിയിൽ പൂരം ഒഴുകി വരികയാണ് K മുരളീധരനോടൊപ്പം. അപ്പോൾ സീൻ മൊത്തം മാറുമ്പോൾ നിങ്ങൾക്കൊരു പരിഭ്രാന്തി ഉള്ളത് കൊണ്ടാണോ KC വേണുഗോപാൽ രാജ്യസഭാ സീറ്റ് കച്ചവടം ചെയ്തു എന്നൊക്കെ പറയുന്നത്?